LS ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എന്താ പറയുക UK ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അപ്പം സത്യം പറഞ്ഞാൽ കിട്ടിയ സമയത്ത് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഡിലേ ഒക്കെ വന്നു. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അത് ചെയ്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അഡീഷണലായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാനെടുത്തത്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ഡ്രൈവിംഗ് ഓൾറെഡി അറിയുന്ന ആളുകളുണ്ടാവാം. അപ്പം എല്ലാവർക്കും അറിയണമെന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റായിട്ട് പഠിക്കുന്നവരും ഉണ്ടാവും. അപ്പം രണ്ട് ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ UK-യിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് 1 ഇയർ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാം കേട്ടോ. അപ്പം അവിടെ നമുക്ക് ലൈസൻസ് ഓൾറെഡി ലൈസൻസ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1 ഇയർ വെച്ചിട്ട് ആ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകദേശം എന്താ പറയുക, ഡ്രൈവിംഗ് ഒക്കെ സിമിലർ ആണെന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ശ്രദ്ധിക്കാനുണ്ട്. റൂൾസ്, അതുപോലെ തന്നെ റൗണ്ട് അബൌട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് വീഡിയോസും യൂട്യൂബിലൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ധാരണ എത്തിയിട്ടൊന്ന് ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് 1 ഇയർ UK ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്, ഞാനപ്പോൾ ആ സമയത്ത് ഓടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ 1 ഇയർ എക്സ്പയർഡ് ആയി. അപ്പോൾ എനിക്ക് പിന്നെ ഓടിക്കാൻ പറ്റാതെയായി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഡ്രൈവിംഗ് ലെസൺസ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഫുൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, UK-യിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഉള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, അപ്പം എന്താ പറയുക, A to Z കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളുകൾ അതൊന്ന് പോയി കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ ആയിരിക്കും. കാരണം ബാക്കി 2 പോർഷൻസും ഇപ്പം തിയറിയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് വരാം. അപ്പം UK-യിൽ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്ക് എന്തായാലും അറിയായിരിക്കും, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രെയിനുകൾ, അതുപോലെ അണ്ടർഗ്രൗണ്ട് ട്യൂബുകൾ, അതുപോലെ ബസ്സുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ കോസ്റ്റ്ലിയാണ്. നമ്മൾ കമ്പയർ ടു നമ്മുടെ കാറുമായിട്ട് നമ്മൾ പോകുന്നത് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം ഇപ്പോൾ ലണ്ടൻ ഏരിയയിലൊക്കെ താമസിക്കുന്നവർ, ഇപ്പം അതുപോലെ ഭയങ്കര ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കാറ് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി പ്രയാസമാണ്. അതുപോലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ട്രാഫിക് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ നമ്മൾ കൺട്രി സൈഡിലേക്ക് മാറി താമസിക്കുന്ന ആളുകൾക്ക് കാർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഹസ്ബൻഡും വൈഫും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉള്ള ഏരിയകളിലേക്ക് താമസിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ സമയത്ത് ഇപ്പോൾ നമ്മളിപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നു, ഇപ്പോൾ നമുക്ക് രാത്രി ബസ് ചിലപ്പോൾ ഒരു 8 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 8:45 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയും നേരം നമ്മൾ വീണ്ടും ടയേർഡായിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും, അതുപോലെ തന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും 2 പേരും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഇവിടുത്തെ ഇൻസ്ട്രക്ടറുടെ കൂടെയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്തത്. അപ്പം ഇവിടെ BSM എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇൻസ്ട്രക്ടർ, അപ്പോൾ എൻ്റെ ലോക്കൽ ഏരിയയിലുള്ള എനിക്കൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ അസൈൻ ആക്കി കിട്ടി. അപ്പോൾ ആൾ വഴിയാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇനിഷ്യലി എടുത്തു തുടങ്ങിയത്. അപ്പം ഇന്ത്യൻ ലൈസൻസ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ട് ഡ്രൈവിംഗ് ഒന്നും ഞാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു ബിഗിനർന്ന് തന്നെ പറയാൻ പറ്റും വേണമെങ്കിൽ. കാരണം ഒരുപാട് നാളും ആയല്ലോ പിന്നെ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂടെ ഫ്രം ദി ബിഗിനിങ് ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. അപ്പം ഈ പറയുന്ന പോലെ എനിക്ക് ക്ലാസ്സിനായ കോസ്റ്റ് എന്ന് പറയുന്നത്, ആളൊരു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. അപ്പോൾ ആളുടെ ഒരു 30 പൗണ്ട്സിൽ എന്താണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് കുറച്ചായിട്ട് അവർ കൂട്ടിയ ആളുടെ ചാർജുകൾ. അപ്പോൾ അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 40 hours-ന് മേലെ കാരണം ഓരോ ഡേയ്സിലും 2 hours വെച്ചിട്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലെസൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. 40 ഒന്നും അല്ല, അതിൽ ഒരുപാട് ഹവേഴ്സിൻ്റെ ലെസൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് അങ്ങനെ കൗണ്ട് ചെയ്യില്ല. ആദ്യമൊക്കെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കാശൊക്കെ നോക്കിയിട്ട്. പിന്നെ അങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ട് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ക്വിക്കായിട്ട് എല്ലാം വീണ്ടും ബുക്ക് ചെയ്യാനും പോകാനുമായിട്ട് തുടങ്ങി. അപ്പം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ ആൾ പറഞ്ഞു തന്ന് അങ്ങനെ പഠിപ്പിച്ചു തന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ആദ്യമൊന്നും എല്ലാ ഡേയ്സിലൊന്നും
ടെസ്റ്റ് ആദ്യമൊന്നും എല്ലാ ഡേയ്സിലൊന്നും ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഞാൻ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു പിന്നെ ഒരു ഡ്രൈവിംഗ് ലെസൺസ് എടുക്കാം. അപ്പോൾ അത് ഞാൻ എല്ലാവരോടും കൂടി ആയിട്ടൊരു ഇത് കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വൺസ് ഒരു ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പഠിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇടാതെ എല്ലാ വീക്കിലും 1-2 ലെസൺസ് എങ്കിലും വെച്ചിട്ട് എടുത്തിട്ട് പോവാം. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒരു ലെസൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ലെസൺ, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഒരാഴ്ചയിൽ 3 ലെസൺ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. പിന്നീട് അടുത്ത ആഴ്ചയിൽ 3 ലെസൺ, അങ്ങനെ കണ്ടിന്യൂസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ടയേർഡ് ആകുമായിരിക്കും, എടുത്തതുകൊണ്ട് വലിയ യൂസ് ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എൻ്റെ ഡ്രൈവിങ്ങിലുണ്ടായ ചേഞ്ച് കണ്ടിട്ട് എൻ്റെ ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞു അങ്ങനെ ബുക്ക് ചെയ്ത് എടുത്തത് നന്നായി, കാരണം ആ ഒരു എന്താ പറയുക അടുപ്പിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് ആൾക്കെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ലെസൺസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലെസൺസ് എടുത്തെടുത്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മളുടെ ഡ്രൈവിംഗ് ലെസൺസിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, നമുക്ക് കുറച്ച് ചേഞ്ചസ് വന്നു തുടങ്ങും എന്നുള്ളത്. യുകെയുടെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് 40-45 മിനിറ്റ്സ് ആണ് കേട്ടോ ഡ്രൈവിംഗ് ഉള്ളത്. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു 40-45 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ടർ, നമ്മുടെ ടെസ്റ്റിൻ്റെ അന്ന് വരുന്ന ഇൻസ്ട്രക്ടർ നമ്മളോട് ഒരു ലൊക്കേഷൻ പറയും, എന്നിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്കുള്ള സൈൻ ബോർഡ്സ് റോഡിലൊക്കെ കാണുമല്ലോ, അപ്പോൾ അത് ആ സൈൻ ബോർഡ്സ് നോക്കിയിട്ട് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിവൈസ്, സാറ്റലൈറ്റ് നാവിഗേഷൻ്റെ ഒരു ഡിവൈസ് നമ്മുടെ കാറിൽ അവർ വെക്കും. അപ്പം അത് നോക്കിയിട്ട് ഇപ്പോൾ ടോം അവർ നമ്മുടെ കാറിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ ലൊക്കേഷനും സെറ്റ് ചെയ്യും. അപ്പം ആ ലൊക്കേഷനിലേക്ക് നമ്മൾ നമ്മുടെ മാപ്പ് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി സാധാരണ ഡ്രൈവ് ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പം ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിംഗ് ആണ് നമ്മുടെ ഒരു 20 മിനിറ്റ്സിൽ തീരുന്നത്. അത് കഴിഞ്ഞിട്ട് 20-25 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക ലെഫ്റ്റ് എടുക്കുക, ഫസ്റ്റ് ലെഫ്റ്റ്, പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ലെഫ്റ്റ്, എന്താ പറയുക ടേൺ റൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്തായാലും റോഡ് എത്തുന്നതിന് മുന്നേ അപ്പോൾ നമുക്ക് പ്രോംപ്റ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഈ 2 സെക്ഷനായിട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത്. ഇപ്പം ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൽ മീ ക്വസ്റ്റ്യൻ നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളോട് ഇൻസ്ട്രക്ടർ ചോദിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ പറയേണ്ട കാര്യമായിരിക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതൊന്നുമല്ല, നമ്മൾ വേർബലി ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ലൈറ്റ്സ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ സെറ്റ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പോവുക. അപ്പോൾ അതെന്തായാലും നമ്മൾ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളോട് ചോദിക്കും. വൺസ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമ്മളോട് ഷോ മീ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ആക്ച്വലി ബ്രേക്ക് ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ ഷോമി ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് ബാക്കിലെ വിൻഡോ എങ്ങനെയാണ് കഴുകി വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് എന്നോട് കാണിച്ചു തരാൻ വേണ്ടി ചോദിച്ചത്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഡ്രൈവിംഗ് ടൈമിലായിരിക്കും കേട്ടോ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ, നമ്മുടെ കൺട്രോൾ പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നേ ഉള്ളൂ, ഒരു ഷോമി ഒരു ടെൽമി ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ ടെസ്റ്റ് തന്നെ ഈ ഒരു 40-45 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 4-5 തവണ പുള്ളപ്പ് ലെഫ്റ്റ് നമ്മളോട് പറയും. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സേഫായിട്ട്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഡ്രൈവിങ്ങിന് വൺസ് നിങ്ങൾ ലെസൺസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പുള്ളപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 4-5 തവണ, 4 എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 4-5 തവണ ഞാൻ ഓർക്കുന്നില്ല, 4-5 തവണ എന്തായാലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുള്ളപ്പ് ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത്, ഇപ്പോൾ ഇതിലെല്ലാം വരില്ല, മാനോവറാണ്. അതായത് നമുക്ക് അടുത്ത വരുന്ന മാനോവർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാരലൽ പാർക്കിംഗ് ആകാം. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാറ് കാണും. അപ്പോൾ ആ ഒരു കാറിന് നമ്മൾ പാരലായിട്ട് നമ്മുടെ കാറിനെ നിർത്തിയിട്ട് നമ്മൾ പിന്നീട് റിവേഴ്സ് എടുത്ത് ആ കാറിൻ്റെ പുറകിലായിട്ട് ഒരു 2 കാർ ലെങ്ത്, ചില സമയത്ത് 2 കാർ ലെങ്തിൽ നിർത്താൻ പറയും, ചില സമയത്ത് ജസ്റ്റ് പാരലൽ പാർക്കിംഗ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കാറിനെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബേ പാർക്കിംഗ് ആവാം. ബേ പാർക്കിങ്ങിൽ തന്നെ നമുക്ക്
ഫോർവേഡ് ബേ പാർക്കിംഗ് ഉണ്ടാവും. അതിലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിവേഴ്സ് ബേ പാർക്കിംഗ് റൈറ്റും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. ബേ പാർക്കിങ്ങിൽ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു മാനോവർ നമ്മളോട് ചോദിക്കും. ഇതെല്ലാം നമ്മളോട് ചോദിക്കില്ല, ഒരെണ്ണം നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ പുള്ളപ്പ് ചെയ്തിട്ട് 2 കാർ ലെങ്ത് റിവേഴ്സ് എടുത്ത് പുറകിലോട്ട് വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാനോവറും ഉണ്ട്. അപ്പം ഇത്രയും ഈ 3 കാറ്റഗറി ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് ഈ ഒരു ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചോദിക്കും. ഇത്രയാണ് ഈ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ, ഇപ്പോൾ ടെസ്റ്റിൻ്റെ അന്ന് നമ്മൾ വൺസ് ടെസ്റ്റ് ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ടെസ്റ്റിൻ്റെ അന്ന് എന്താണ് നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, നെക്സ്റ്റ് ടെസ്റ്റ് വരെയും എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ വൺസ് ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ്സ് മുന്നെയെങ്കിലും നമ്മൾ നമ്മുടെ ടെസ്റ്റ് സെൻറ്ററിൽ എത്തണം. അപ്പം അത് കഴിഞ്ഞ് വൺസ് നമ്മുടെ കാറ് ടെസ്റ്റ് സെൻറ്ററിൽ ഉള്ളിലേക്ക് കയറി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിൽ തന്നെ നമുക്ക് വെയിറ്റിംഗ് റൂം ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ എക്സാമിനർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെയും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് വൺസ് കിട്ടിയ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസും ആയിട്ടാണ് നമ്മൾ ടെസ്റ്റിന് അന്ന് പോകേണ്ടത്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ടെസ്റ്റിൻ്റെ സമയമാവുന്ന സമയത്ത് നമുക്ക് എക്സാമിനർ, അപ്പോൾ അന്നത്തെ ദിവസം ഇപ്പോൾ 3-4 ടെസ്റ്റുകളൊക്കെയും പാരലലി നടക്കുന്നുണ്ടാവാം. അപ്പം എക്സാമിനർ നമുക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമിനർ നമ്മുടെ പേര് വിളിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലൊരു ഐപാഡും കാണും. അപ്പം അവർ ആദ്യം തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് വാങ്ങിയിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ആദ്യം തന്നെ നമ്മളോട് ചോദിക്കും നമ്മളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അഡ്രസ്സും കറക്റ്റ് ആണോ, സെയിം തന്നെയാണോ എന്ന് ചോദിക്കും. പിന്നീട് നമുക്ക് നമ്മളുടെ കയ്യിൽ അവരുടെ കയ്യിലുള്ള ഐപാഡ് കുറച്ച് ചെക്കിന് വേണ്ടിയിട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ലൈസൻസ് ഉണ്ട്, പ്രൊഫഷണൽ ലൈസൻസ്, അതുപോലെ തന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കുറച്ച് ചെക്സ് ആണ് കേട്ടോ. ഒരു 2-3 ചെക്കുകളുണ്ട്. അപ്പോൾ അതിനുശേഷം അത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈനും അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പറയും. വൺസ് സൈനും ഇട്ട് കഴിഞ്ഞാൽ നമ്മളോട് ആ ഒരു എക്സാമിനർ, നമ്മുടെ ഇൻസ്ട്രക്ടർ, നമ്മളെ പഠിപ്പിച്ച ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ടെസ്റ്റിന് വരണോ വേണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ വന്നോട്ടെ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം, നമ്മുടെ ഓപ്ഷൻ ആട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടും ഇതുപോലെ ഇവർ ചോദിക്കും കേട്ടോ. ടെസ്റ്റിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടും ആളെ കൊണ്ടുവരണോ അതോ വേണ്ടോ എന്ന് ചോദിക്കും. അതും നമ്മുടെ ഇഷ്ടമാണ്. ആ സമയത്ത് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് പറയാം. അപ്പോൾ വൺസ് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് നമ്മളോട് നമ്മളുടെ ഒപ്പം തന്നെ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഐ ടെസ്റ്റ് ഉണ്ട്. ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മീറ്റർ ഒരു ഗ്യാപ്പിൽ 2 സൈഡിലായിട്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ 2 സൈഡിലായിട്ട് അവർ നമ്മുടെ പ്ലേറ്റ്, അതായത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവാം. ആ നമ്പർ പ്ലേറ്റ് അവർ ഏതാണോ പറയുന്നത് അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പം നമുക്ക് എത്രത്തോളം വിസിബിൾ ആണ്, അത് നമ്മുടെ കണ്ണിന് പ്രോബ്ലം ഒന്നും ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം കൂടെ പറയും. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് കാറിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്തോ, എൻജിൻ സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പറയും. ജസ്റ്റ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളാൻ വേണ്ടിയിട്ട് പറയും. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ എക്സാമിനർ നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും ഫുൾ പോയി നടന്നൊന്ന് നോക്കും. നമ്മുടെ വണ്ടി എന്താ പറയുക, റോഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷനിലാണോ, അതുപോലെ തന്നെ ടയറുകളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എൽ പ്ലേറ്റ്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ടോ, എൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ വണ്ടിയുടെ മുന്നിലും പുറകിലും എൽ പ്ലേറ്റ്സ് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ടയറുകൾ. ഇപ്പോൾ ടയറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ടയർ എങ്ങനെയൊക്കെ വേണം ടയർ നമ്മൾ റോഡിലേക്ക് ഇറക്കാൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ചെക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കും, നമ്മുടെ എക്സാമിനർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കിനും ആള് നമ്മളോട് നമ്മുടെ ടെൽമി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ടെൽമി ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് ആൾ നമ്മളോട് ഓക്കെ ആണെങ്കിൽ, നമ്മൾ റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളാനായിട്ട് പറയും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ അന്ന് നമ്മൾ കാറിൽ കയറി, അപ്പോൾ എക്സാമിനറുടെ കൂടെ കാറിൽ കയറി വന്നിരിക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ 40-45 മിനിറ്റ്സിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ റിട്ടേൺ ടു നമ്മുടെ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ അവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു പുള്ളപ്പ് ലെഫ്റ്റ് പറഞ്ഞിട്ട് ആൾ നമ്മളെ നിർത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളോട് ആൾ റിസൾട്ട് പറയും. പാസ്സാണെങ്കിൽ പാസ്, അല്ലെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്നുള്ളത് വിത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതും നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ആൾ പറഞ്ഞു തരും. അപ്പോൾ ഫണ്ട്സ് പാസ്സാണെന്നുണ്ടെങ്കിൽ ആൾ നമ്മളോട് എന്താ പറയുക, നമുക്കൊരു പാസ് സർട്ടിഫിക്കറ്റ് തരും കേട്ടോ. അപ്പോൾ ആളുടെ സൈനും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു പാസ് സർട്ടിഫിക്കറ്റ് തരും. അത് കഴിഞ്ഞിട്ട് ആൾ നമ്മളോട്
നമ്മളോട് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സാമിൻ്റെ തന്നെ നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈസൻസ് വാങ്ങിച്ചിട്ട് അവർ തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയച്ചു തരും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് എക്സാമിനറുടെ കയ്യിൽ കൊടുത്തു. പിന്നീട് ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ UK ഡ്രൈവിംഗ് ലൈസൻസ് വന്നത്. അപ്പം അത്രയും ദിവസം നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു പാസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എലിജിബിൾ ആണ് കേട്ടോ. ഇനിയിപ്പം വൺസ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ പാസ്സാണെങ്കിലും ഫെയിൽ ആണെങ്കിലും ശരി, നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് വന്ന മൈനേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫെയിൽഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വന്ന സീരിയസ് വിത്ത് മൈനേഴ്സ് എന്തൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഇമെയിൽ അവർ അയച്ചു തരും കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പം വൺസ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾവേസ് എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു ഇവിടെ നമുക്കൊരു പി ബോർഡ്, നമുക്ക് ന്യൂ ഡ്രൈവറിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പി ബോർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചത് ഹാൽഫോർഡ്സിൽ നിന്നായിരുന്നു. ഏകദേശം ഒരു 250 പൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലൊരു 250 രൂപ വരും. അപ്പോൾ 250 പൗണ്ടാണ് അതിനായത്. 3 പ്ലേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വൺസ് പാസ്സായ UK ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായ ആളുകൾക്കാണ് കേട്ടോ അത് വെക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ബോർഡ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രൈവേഴ്സിന്, അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ഡ്രൈവ് ചെയ്യുന്ന ബാക്കിയുള്ള ഡ്രൈവേഴ്സിന് ഒരു അവയർനെസ്. അപ്പം ന്യൂ ഡ്രൈവറാണ്, ഡ്രൈവിംഗ് പഠിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ടെസ്റ്റ് ഇപ്പം അങ്ങോട്ട് പാസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാം. അതുകൊണ്ട് നമ്മളൊന്ന് സേഫായിട്ട് നമ്മളൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് ബാക്കിയുള്ളവർക്കൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ബോർഡ് വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അഡീഷണലായിട്ട് ഇപ്പം ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതിപ്പം എൻ്റെ ഒരു കേസിലാണ്. അപ്പം ചിലപ്പം എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് പഠിച്ചു കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എന്നാൽ കൂടെയും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഞാൻ അഡ്വാൻസ് ഡ്രൈവിംഗ് സ്കൂള്, ക്ലിയർ വ്യൂ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലെസൺസ്, അതായത് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ ഇൻസ്ട്രക്ടറെ കൂടെ പോകുന്ന സമയത്ത് 2 മണിക്കൂർ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാലും പെട്ടെന്ന് സമയം പോകും. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചു വരുന്ന സമയത്ത് പുള്ളപ്പ് ലെഫ്റ്റ് ഒന്നും ആദ്യമൊന്നും ശരിയാവത്തില്ല, പുള്ളപ്പ് ലെഫ്റ്റ് ഒന്നും പറയുമ്പോഴും. അപ്പം കുറേ ക്ലാസ് അടുപ്പിച്ചടുപ്പിച്ച് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ 2 മണിക്കൂറായിട്ട് കുറേ സമയം നമ്മളിങ്ങനെ എക്സ്ട്രാ പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഇൻസ്ട്രക്ടറുടെ കൂടെ. അതുപോലെ തന്നെ പാരലൽ പാർക്കിംഗ് ആണെങ്കിലും അതുപോലെ റിവേഴ്സ് ബേ പാർക്കിംഗ് ആണെങ്കിലും ഒക്കെ ആളുടെ കൂടെ കുറേ ഡേയ്സ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ 2 മണിക്കൂർ വീതം വേസ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. വേസ്റ്റ് അല്ല, പക്ഷെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ അതെനിക്ക് ആളുടെ കൂടെ ചെയ്യാൻ പറ്റും തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പാരലൽ പാർക്കിംഗ്, റിവേഴ്സ് ബേ പാർക്കിംഗ്, അതുപോലെ പുള്ളപ്പ് ലെഫ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞും അതുപോലെ തന്നെ കാറിൻ്റെ ഫുൾ വ്യൂവും കാര്യങ്ങളും കാണിച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ന്യൂ ഡ്രൈവേഴ്സ് നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, റാൻഡമായിട്ട് നോക്കാനാണെന്ന് ഇഷ്ടംപോലെ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്ലിയർ വ്യൂ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ. ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് എന്താണോ അത് തന്നെ അവരുടെ ഒരു ഇൻസ്ട്രക്ടർ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് പല യൂട്യൂബ് ചാനലുകൾ ചെയ്തിട്ടുണ്ടെന്നാലും ക്ലിയർ വ്യൂ ഡ്രൈവിംഗ് സ്കൂളിനെയാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടുള്ളത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടെസ്റ്റൊക്കെ വരുന്നതിന് ഒരു 10-20-25 ദിവസം മുന്നേ തൊട്ട് തന്നെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ സമയമുള്ളപ്പോഴാണെങ്കിൽ 2-3 വീഡിയോസ് ഒരു ദിവസം കാണും. എന്തായാലും അറ്റ്ലീസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ എങ്കിലും, ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആണ് കേട്ടോ കണ്ടിട്ട്, ഞങ്ങൾ 2 പേരുടെ അത് കണ്ടിട്ടേ കിടക്കുന്നുള്ളൂ. അപ്പം എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ്, അത് കൂടുതലും സക്സസിനെക്കാട്ടിലും കൂടുതൽ ഫെയിൽഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരുന്നു ഞാൻ കൂടുതലും കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അതായിരുന്നു കൂടുതലും കാണിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഫെയിലായി എന്നുള്ളതും ഒക്കെയും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് മൈനേഴ്സും
വളരെ യൂസ്ഫുൾ ആയിരുന്നു ആ വീഡിയോസ്. അപ്പം അതിനകത്ത് എന്താണ് അവർ മിസ്റ്റേക്ക് വരുത്തിയത്, ഇപ്പോൾ ഇതെന്താ മൈനർ, ഇപ്പം ഒരു മൈനർ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പറ്റി, അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആളോട് ചോദിക്കും, അപ്പോൾ ആളും എനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ അങ്ങനെയാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും കാണുമായിരുന്നു. അപ്പം നമുക്കത് യൂസ്ഫുൾ ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നീട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുകയും മനസ്സിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമ്മുടെ ഡ്രൈവിങ്ങിലും ആ ഒരു കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആകും. അതാണ് ഈ വീഡിയോസ് കാണുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ UK ഡ്രൈവിംഗ് ലൈസൻസിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെ പോയിട്ടൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുക. അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ തരും. അതിപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ഡ്രൈവിംഗ് അറിയുന്ന ആളാണെങ്കിലും ഇനിയിപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ആളാണെങ്കിലും അത് യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഷോമി ടെൽമി ഒക്കെ എല്ലാം നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മളും കൂടെ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇനിയിപ്പോൾ ഫെയിലായെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം ആണെങ്കിലും കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ ഫെയിൽ ആകുന്നതിലും എല്ലാവർക്കും പേടി, ഏറ്റവും നമുക്ക് ടെൻഷൻ വരുന്നത്, എനിക്കൊക്കെയാണ് ടെൻഷൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഫെയിൽ ആയാൽ ടെസ്റ്റ് ഡേറ്റ് കിട്ടില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ഉടനെ ഒന്നും കിട്ടില്ലല്ലോ എന്നുള്ളതാണ് വേറൊരു പേടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊറോണ വന്ന സമയത്ത് ഒരുപാട് ബാക്ക്ലോഗ്സ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കൊറോണ വന്ന സമയം തൊട്ടിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇങ്ങനെ ഡിലേ ആയിട്ട് ഒരുപാട് ആളുകൾ പെൻഡിങ്ങിലുണ്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. എന്തായാലും ടെസ്റ്റിന് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോവുക. അപ്പോൾ എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.